സാൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മൾ വീട്ടമ്മമാരെല്ലാവരും ഇപ്പോൾ അടുക്കളത്തോട്ടത്തിൽ ചീര കൃഷി ചെയ്യാറുണ്ട് അല്ലേ. ഞാനിതിൻ്റെ ഇവിടെ കുറച്ച് ചീരയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മിക്സ് ചെയ്താണ് നട്ടിട്ടുള്ളത്. മയിൽപ്പീലി ചീരയും ചുമന്ന ചീരയും അതുപോലെ പച്ച ചീരയുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നട്ടതെന്ന് കാണിക്കാൻ ഞാനിവിടെ ഒരു ചെറിയ പ്ലേസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ചെറിയ കെട്ട്. ഈ കെട്ടിനകത്ത് ഞാൻ കുറച്ച് കാര്യമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് പാകാനായിട്ട് ഞാൻ വിത്ത് എടുത്തിട്ടുണ്ട്. മയിൽപ്പീലി ചീരയും നമ്മുടെ ചുമന്ന ചീരയും കൂടെ മിക്സ് ചെയ്താണ് നടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാം വിളവെടുക്കും നമുക്ക് കറിക്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിക്കെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ ചീര നട്ടു വെച്ചിട്ടുള്ളവർ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു പകുതി വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പൊട്ടിക്കെടുത്ത് ഒരുപാട് ശിഖരങ്ങളായിട്ട് വന്ന് നമുക്ക് കുറേ നാൾ അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും. അന്നേരം അങ്ങ് താഴെ വെച്ച് നമ്മളങ്ങ് മുറിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് അഴുകിപ്പോകും. അതുകൊണ്ട് കുറച്ച് കയറ്റി വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പിന്നെയും അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് ഞാൻ ചീര നടുന്നതിനെ പറ്റി ഇവിടെ കണ്ടോ, ഈ ഒരു കെട്ടിനകത്ത് ഞാൻ വളമെല്ലാം സെറ്റ് ചെയ്ത് ആദ്യം നമ്മൾ ഇതിനകത്ത് ഇവിടെ പശു ഉണ്ടായിരുന്നു. ആ പശുവിൻ്റെ ഒരു ചെറിയ ടാങ്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുമായിരുന്നു. അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഏറ്റവും താഴെ കുറച്ച് കരിയില നിറച്ചു. അതിനുശേഷം നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ് ഇതിനകത്ത് ഒരു 1/4 ഭാഗത്തോളം ട്രീറ്റ് ചെയ്ത മണ്ണങ്ങ് ഇട്ടു. അതിനുശേഷം ഞാൻ ചെറുതായിട്ട്, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് ചാണകപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തു. ഇതിനെ സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീര കൃഷി അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചെടികൾ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് വളങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് മുരടിച്ചു പോകും. നല്ല ഹെൽത്തി ആയിട്ട് കയറി വരട്ടെ എന്ന് വിചാരിച്ച് ഒത്തിരി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ ഒക്കെ ആവശ്യത്തിലധികം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടി മുരടിച്ചു പോകും. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് വളം മാത്രം കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ചീരയൊക്കെ നട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ ഒന്ന് മുളപ്പിച്ചെടുത്തതിന് ശേഷം 3-4 ഇല പരുവമാകുമ്പോഴത്തേന് ഇതിനെ പറിച്ച് നട്ടാണ് ഞാനിതിനെ കിളിപ്പിച്ചുകൊണ്ട് വന്നത്. എന്നാൽ ഞാൻ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. ഡയറക്റ്റ് ഇതിനകത്തോട്ട് പാകുവാണ്. പാകിയതിന് ശേഷം ഇതിൽ കുറേ കിളുത്ത് വന്ന് കഴിയുമ്പോഴത്തേന് അത്യാവശ്യമുള്ളത് മാത്രം ഇതിൽ നിർത്തി ബാക്കി ഇതിനെ പറിച്ച് മാറ്റി ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തിന് പ്രത്യേകിച്ച് സെറ്റ് ചെയ്യാനൊന്നുമില്ല. ചെറിയ രീതിയിലെ കളകളൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ചെറിയ രീതിയിൽ കട്ട കെട്ടി കിടപ്പുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് മാറ്റിക്കളയുക. ഇതൊക്കെ ചാണകപ്പൊടിയാട്ടോ. ചെറിയ കല്ലുകളൊക്കെ മാറ്റി കൊടുത്താൽ ചീരയ്ക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ വളർന്നു വരാനായിട്ട് പറ്റും. ഇതേ കണ്ടോ, ഇതുപോലെയുള്ള ചെറിയ പാക്കറ്റിലാണ് നമുക്ക് ചീര വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിനി നമുക്കിവിടെ വിതറി കൊടുക്കാം. അപ്പം നമുക്കിത് ചീര ഒരുപാടങ്ങായാൽ ചീരയുടെ വളർച്ചയെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യത്തിനുള്ള ചീര മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വളരെ കുറച്ച് വീഴുന്ന രീതിയിൽ ഇതിങ്ങനെയാണ് പാകി കൊടുക്കുന്നത്. ഇപ്പോൾ ചുമന്ന ചീരയാണ് ഞാൻ പാകിയത്. ഇനിയും കുറച്ച് മയിൽപ്പീലി ചീരയും കൂടെ ഇതിൻ്റെ കൂടെ പാകുവാണ്. നമ്മളുടെ ഈ ഏരിയയിൽ ഉറുമ്പ് ശല്യം വലിയ രീതിയിലൊന്നും ഇല്ല. അതുകൊണ്ട് ഉറുമ്പിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് റവയോ പച്ചരിപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഉറുമ്പ് ഇല്ലെങ്കിൽ പോലും തേടി പിടിച്ചിങ്ങി വരും. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനിയും ഇതിൻ്റെ നേരിയ രീതിയിൽ വളരെ ലൈറ്റായിട്ട് വെള്ളം തളിച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഈർപ്പം നിലനിൽക്കണം. എന്നാൽ കുത്തി ഒലിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇതിന് മുള പൊട്ടി വരും. അതിനുശേഷം ഒരു 4-5 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് പറിച്ച് നടാനൊക്കെ ആകും. അപ്പോൾ അതുവരത്തേക്കുള്ള വളം ഇതിനകത്തുണ്ട്. അതിനുശേഷം പറിച്ച് നടാൻ ഇലപ്പരുവമാവുമല്ലോ, 4-5 ഇല പരുവമാകുമ്പോഴാണ് പറിച്ച് നടുന്നത്. ആ സമയത്തൊക്കെ ബാക്കി ഇതിനകത്ത് അധികമായിട്ട് നിൽക്കുന്നത് നമുക്ക് പറിച്ച് മറ്റു ഗ്രോ ബാഗിൽ നടാം. ബാക്കിയുള്ളതിന് നമുക്ക് അന്നേരം വളം കൊടുക്കാം. പറിച്ച് നടുന്നതിന് പറിച്ച് നട്ടൊരു 3 ദിവസം കഴിയുമ്പോൾ വളം കൊടുത്താൽ മതി. അന്നേരം നമ്മുടെ കയ്യിലുള്ള വളം ഏറ്റവും നല്ലത് ഗോമൂത്രമാണ്. നമ്മൾ എടുക്കുന്ന അളവിലെ ഗോമൂത്രത്തിൻ്റെ 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് മൊത്തത്തിൽ ചെടിയുടെ ഇലയിലും തണ്ടിലും തറയിലും എല്ലാം വീഴുന്ന രീതിയിൽ തളിച്ചു കൊടുക്കാം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല അതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഗോമൂത്രം കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ പച്ചച്ചാണകം കലക്കിയതിൻ്റെ തെളിനീരൊഴിച്ച് കൊടുത്താലും മതി. അതും കിട്ടുന്നില്ല. നമുക്ക് ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വളം വാങ്ങിക്കുന്നവരാണ്, നമ്മൾ ചാണകപ്പൊടി വാങ്ങിക്കുമല്ലോ. ചാണകപ്പൊടി ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം അതിൻ്റെ തെളിയെടുത്ത് നമുക്ക് ഊറ്റി കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാം. ചാണകം ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാരണം ഇത് നൈട്രജൻ കൂടുതൽ വേണ്ടുന്നതാണ് നമ്മുടെ ചീരയ്ക്കെന്ന് പറയുന്നത്. പൊട്ടാസ്യം കൂടുതലായിട്ട് വരുവാണെങ്കിൽ ചീര പെട്ടെന്ന് പൂക്കും. അതുകൊണ്ട് ചാരം പോലെയുള്ള വളം ഒന്നും കൊടുക്കത്തില്ല. ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി. ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ യൂറിയ നമുക്ക് വളക്കടയിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. യൂറിയ ഒരു 1/2 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിന് തളിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറി വരും. ജൈവവളം ചെയ്യുന്നവർ അങ്ങനെ മാത്രം ചെയ്യുക. അത് കിട്ടാത്തവർ മാത്രം യൂറിയ ഉപയോഗിക്കുക.
ആഴ്ചയിൽ ഒരിക്കൽ നമ്മളിങ്ങനെ വളം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കയറി വരും. 15 ദിവസം ആകുമ്പോൾ നമ്മൾ വളം കൊടുക്കുമല്ലോ. വളം കൊടുത്തതിന് ശേഷം മണ്ണ് കൂട്ടി കൊടുക്കുക. മണ്ണ് കൂട്ടി കൊടുക്കുമ്പോൾ ധാരാളം വേര് പൊട്ടും. വേരിൽ കൂടി പെട്ടെന്ന് തന്നെ വളവും വെള്ളവും എല്ലാം വലിച്ചെടുക്കാനും ചെടി നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും. അപ്പം വളം കൊടുത്തിട്ട് മണ്ണ് കൂട്ടി കൊടുക്കുക. മണ്ണും കൂട്ടി കൊടുത്ത് ഒരു 30-ാം ദിവസം ആകുമ്പോഴത്തേന് തൊട്ട് നമുക്ക് ചീര വിളവെടുക്കാൻ പരുവമാകും. 30 തൊട്ട് ഒരു 40 ദിവസത്തിനുള്ളിൽ എങ്ങനെയായാലും നമ്മൾ കൃത്യമായിട്ട് വെള്ളവും വളവും കൊടുക്കുകയാണെങ്കിൽ, അപ്പം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം ചീര വെക്കേണ്ടത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചീര മൂത്ത് പൂക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. കള വളരുമ്പോൾ നമ്മൾ കറക്റ്റ് കള നീക്കി കളയണം. അല്ലെങ്കിൽ കളയിൽ നിന്നുള്ള കീടങ്ങൾ ചെടിയെയും ബാധിച്ച് ചെടി പെട്ടെന്ന് രോഗബാധിതയാകും. അതുപോലെ തന്നെ വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഒരു പരിധി വരെ കീടത്തെ ഒഴിവാക്കാനായിട്ടും പറ്റും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് കറിക്കുള്ളത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.